മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഇപ്പോഴും ഉയരുക തന്നെയാണ്. നിലവിൽ ജലനിരപ്പ് 139.05 അടിയായി. ഡാമിൻ്റെ 13 ഷട്ടറുകൾ നേരത്തെ തന്നെ ഇന്നലെ രാവിലെ 8:30 തന്നെ തുറന്നിരുന്നു. 1.5 മീറ്റർ കൂടി ഉയർത്തിയിരിക്കുകയാണ്. വെള്ളം അങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്. ഏകദേശം 11,178 ഘനയടി വെള്ളം വീതമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. അതായത് 136 അടുപ്പിച്ചൊക്കെ ഉണ്ടായിരുന്ന ജലനിരപ്പ് പെട്ടെന്നാണ് 130-139 കടന്ന് 3 അടിയിലേറെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ വൃഷ്ടിപ്രദേശത്ത് അത്ര ശക്തമായ മഴയുള്ളത് കൊണ്ടാണ്. ജെയിനസ് രാജു അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കും. ജെയിൻ, എന്താണിപ്പോൾ മുല്ലപ്പെരിയാറിലെ സ്ഥിതി? ഇപ്പോഴും വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുകയാണോ? അവിടുന്ന് പുറത്തേക്ക് ഇത്രയും വലിയ അളവിൽ വെള്ളം ഒഴുക്കുമ്പോൾ ഏതൊക്കെ ഇടങ്ങളിലാണ് പ്രതിസന്ധി ഉള്ളത്? ദിവിഷ്, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് പിന്നിൽ കാണാം, ഈ പ്രദേശത്ത് മൈക്ക് അനൗൺസ്മെന്റ് നടക്കുകയാണ്. ഈ തീരത്തുള്ള ആളുകൾക്ക് ജാഗ്രത നൽകുന്നതിന് വേണ്ടി അനൗൺസ്മെന്റ് വാഹനം ഇതുവഴിയാണ് ഇപ്പോൾ കടന്നു പോയിരിക്കുന്നത്. പ്രധാനമായും പറയുന്നത് പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോൾ ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം പരമാവധി സ്പിൽവേയിലൂടെ പുറത്തേക്ക് ഒഴുക്കിവിടാനാണ് തമിഴ്നാട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒഴുകിയെത്തുന്ന വെള്ളം അതേ അളവിൽ പുറത്തേക്ക് പോകുന്നില്ല. ഏതാണ്ട് 17,000 ഘനയടി വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുമ്പോൾ 10,000 ഘനയടി വെള്ളം മാത്രമാണ് പുറത്തേക്ക് ഒഴുക്കിവിടുന്നത്. അത് ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നടപടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ ഇപ്പോൾ തന്നെ ഈ പെരിയാറിന്റെ തീരത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ പുഴയോരത്ത് താമസിക്കുന്ന ആളുകളുടെ വീടുകളിൽ വെള്ളം കയറുന്നുണ്ട്. കറുപ്പുപാലത്ത് വെള്ളം കയറി, അതോടൊപ്പം തന്നെ കടശിക്കാട് വെള്ളം കയറി, ചന്ദ്രവനം എന്ന് പറയുന്ന പ്രദേശത്ത് വെള്ളം കയറുന്നുണ്ട് എന്ന് വിവരമുണ്ട്. അതോടൊപ്പം തന്നെ മഞ്ചുമല ഭാഗത്ത് എല്ലാ തവണയും വെള്ളം കയറുന്നതാണ്. ആ ഭാഗത്തും വെള്ളം കയറുന്നുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും മഴ ഇപ്പോൾ പൂർണ്ണമായും മാറി നിൽക്കുകയാണ്. പക്ഷേ നമുക്കറിയാം, ഇന്നലെയും പകലും മഴ പെയ്തിരുന്നില്ല. പക്ഷെ വൈകിട്ട് ഒരു 8 മണിക്ക് ശേഷമാണ് ശക്തമായ മഴ ആരംഭിച്ചത്. ഇന്നലെ പെയ്ത മഴയുടെ നീരൊഴുക്ക് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് കൂടുതലാണ്. ഇന്ന് വൈകിട്ട് വീണ്ടും മഴ പെയ്താൽ തീർച്ചയായിട്ടും അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ തന്നെ കുമളി മേഖലയിൽ ഇന്നലെ പെയ്ത മഴയിൽ പല സ്ഥലത്തും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ആനവിലാസം റോഡിൽ, കുമളിയിൽ നിന്ന് ആനവിലാസം പോകുന്ന ഭാഗത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇത്തരം മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആൾനാശമില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ദിവിഷ്, ശരി. മുല്ലപ്പെരിയാറിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നു എന്നതാണ്. എന്തായാലും പരമാവധി ആളുകളൊക്കെ മുൻകരുതൽ നടപടികളൊക്കെ എടുത്തിട്ടുണ്ട്. വലിയ തോതിൽ, അതായത് ബുദ്ധിമുട്ടുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ ബന്ധുക്കളുടെ വീട്ടിലേക്കുമൊക്കെ ആളുകൾ മാറി താമസിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും മഴ കൂടുതൽ കനത്ത ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജെയിനസ് രാജാണ് വിവരങ്ങൾ നൽകിയത്. ഇനി